വൈശാലി അവസാന ഭാഗം. പിറ്റേ ദിവസം രാവിലെ രണ്ടുപേരും ഇറങ്ങി. മുത്തശ്ശിയോട് ചോദിച്ചതാണ് വരുന്നോന്ന്. പക്ഷെ വരുന്നില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞു. വേറെ ഒന്നുമല്ല, ഇന്ന് ടി വിയിൽ മുത്തശ്ശിയുടെ ഏതോ ഫേവറേറ്റ് മൂവി വരുന്നുണ്ട്, അത് കാണാനാണെന്ന് കേട്ടപ്പോൾ അത് എതിർത്തുകൊണ്ട് വിഷ്ണുവും വൈശാലിയും കൂടെ വിളിച്ചതാണ്. ഇനി അവർ രണ്ടുപേരും പോയി വരുന്നത് വരെ മുത്തശ്ശി ഒറ്റയ്ക്ക് വീട്ടിലിരിക്കേണ്ടി വരില്ലേ എന്ന് കരുതി. പക്ഷേ എവിടുന്ന് വരുന്നില്ലെന്ന് തന്നെ പറഞ്ഞു. ചില സമയങ്ങളിൽ മുത്തശ്ശിയുടെ കാര്യം ഓർത്താൽ ചെറിയ കുട്ടികളെക്കാൾ കഷ്ടമാണ്. വിഷ്ണുവിനോട് തല്ല് പിടിക്കുന്നതൊക്കെ കാണാം. ഇതിനിടയിൽ പെട്ടുപോകുന്നത് പാവം വൈശുവും. അല്പസമയത്തെ യാത്രയുണ്ടായിരുന്നു. എങ്ങോട്ടാണ് പോകുന്നതെന്ന് പകുതി വഴി എത്തുന്നത് വരെ അറിയില്ലായിരുന്നു. എങ്കിലും കുറച്ചായപ്പോൾ വൈശാലിക്ക് സംശയം തോന്നി. അമ്പലദേശം. സ്ഥലത്തിൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ അവളുടെ ഉള്ളിലൂടെ ആദ്യം കടന്നു പോയത് പഴയ കുറേ കാര്യങ്ങളായിരുന്നു. പക്ഷേ അതിലും വേഗതയിൽ മനസ്സിലേക്ക് എത്തിയത് ഒരു പൊടിമീശയുള്ള ചെക്കൻ്റെ മുഖമാണ്. അമ്പലത്തിൻ്റെ പിൻവശത്തുള്ള മഞ്ചാടി മരത്തിലെ വേര് തട്ടി വീണപ്പോൾ അവൻ കണ്ടതുകൊണ്ട് മാത്രം കരഞ്ഞുകൊണ്ട് ഓടിപ്പോയൊരു പാവാടക്കാരി പെൺകുട്ടിയും. ആ ഓർമ്മയിൽ വൈശാലിയുടെ ചുണ്ടുകളിൽ നേർത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അവൾ അതേ ചിരിയോടെ വിഷ്ണുവിനെ ഒന്ന് നോക്കി. അവനിലും പുഞ്ചിരി തന്നെയാണ്. വിഷ്ണു അമ്പലത്തിന് മുന്നിൽ ഒന്ന് വണ്ടി നിർത്തി. അമ്പലം അടച്ചിട്ടിരിക്കുകയാണ്. എങ്കിലും അവിടെ അവനൊന്ന് വണ്ടി ഒതുക്കി. ഒരു പിടി നല്ല ഓർമ്മകളുണ്ടല്ലോ അവിടെ, ചെറുതെങ്കിലും എന്നും ഓർത്തിരിക്കാൻ പാകത്തിനുള്ളത്. വിഷ്ണുവും വൈശാലിയും കൈകോർത്ത് പിടിച്ച് അതുവഴിയൊക്കെ നടന്നു. വിഷ്ണുവിന് എന്നും അവളെ കാണാൻ വരുന്നതൊക്കെ ഓർമ്മയുണ്ടായിരുന്നു. എങ്കിലും വൈശാലിക്ക് അവനെ അന്ന് വീണപ്പോൾ കണ്ടൊരു ഓർമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് നേരെ പോയത് വിഷ്ണുവിൻ്റെ മുത്തശ്ശിയുടെ തറവാട്ടിലേക്കാണ്. വൈശാലി കാണാൻ ഒരുപാട് ആഗ്രഹിച്ച സ്ഥലം. അങ്ങോട്ട് പോകുമ്പോൾ വൈശാലിക്കും വല്ലാത്തൊരാകാംക്ഷയായിരുന്നു. പറഞ്ഞു കേട്ടപ്പോൾ തന്നെ ഒന്ന് പോകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ്. ഗേറ്റ് തുറന്നിട്ടിട്ടുണ്ട്. അവിടെയെല്ലാം വൃത്തിയായി സൂക്ഷിക്കാൻ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അയാളോട് വിഷ്ണു ഇന്ന് വന്ന് നിൽക്കാൻ പറഞ്ഞിരുന്നു. അയാളോടൊന്ന് സംസാരിച്ച് വിഷ്ണു വന്ന് വീടിൻ്റെ വാതിൽ തുറന്നു. കാണുവാൻ ഏകദേശം വൈശാലിയുടെ തറവാട് പോലെയൊക്കെ തന്നെയാണ്. എങ്കിലും അല്പം കൂടെ വലുപ്പമുണ്ട്. അകത്തേക്ക് കയറിയതിനു ശേഷം വൈശാലി തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഗേറ്റിന് തൊട്ടടുത്തായിട്ട് പടിപ്പുരയൊക്കെ ഉള്ളത് കണ്ടത്. വീടിനാകെ വല്ലാത്തൊരു തണുപ്പുണ്ടായിരുന്നു. ഓടായതുകൊണ്ടാകാം. കൂടാതെ വീട് 2 നിലകളാണ്. അതിന് മുകളിലെ നിലയിലും മച്ചൊക്കെയുണ്ട്. രണ്ടുപേരും ചേർന്ന് അവിടെ മുഴുവൻ നോക്കിക്കണ്ടു. വിഷ്ണു ഓരോന്നും അവൾക്ക് പറഞ്ഞു കൊടുത്തു. ഒടുക്കം നടന്ന് അവിടെ മുഴുവനൊക്കെ കണ്ടുവന്നപ്പോഴേക്കും രണ്ടുപേരും ക്ഷീണിച്ചു പോയിരുന്നു. അകത്തെ മുറിയിൽ കട്ടിലിൽ കിടക്കുകയാണ് രണ്ടുപേരും. വിഷ്ണുവിൻ്റെ വയറിൻ്റെ മേലെ തലവെച്ചാണ് വൈശാലി കിടക്കുന്നത്. ഇവിടെയൊക്കെ നല്ല രസമുണ്ടല്ലേ വിഷ്ണു? പിന്നെ നീ കൂടെ ഉണ്ടെങ്കിൽ എവിടെയാണെങ്കിലും നല്ല രസമല്ലേ? വിഷ്ണു അവളുടെ ഇടുപ്പിൽ കുസൃതിയോടെ ഒന്ന് പിച്ചി. അടങ്ങിയിരുന്നോട്ടോ നീ. ഇനിയല്ലേ അടങ്ങിയിരിക്കും. ഒരുപാട് കുറെ നാളായി ഞാൻ ക്ഷമിക്കുന്നു. ഇനിയില്ല, വീട്ടിലേക്കൊന്ന് എത്തട്ടെ. വിഷ്ണു അത് പറഞ്ഞുകൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ ഒന്ന് വിരലൊടിച്ചു. വൈശാലി അവൻ്റെ വിരൽ പിടിച്ചെടുത്ത് അതിലൊന്ന് അമർത്തി കടിച്ചു. ഹൂ! വിഷ്ണു ചാടി എഴുന്നേറ്റു. അതിനു മുന്നേ വൈശാലി അവൻ്റെ ദേഹത്ത് നിന്ന് മാറിയിരുന്നു. വിഷ്ണു അവളെ കൂർപ്പിച്ചു നോക്കി. പട്ടിയാണോ നീ? എൻ്റെ പൊന്നോ, നല്ല സുഖം. വിഷ്ണു കൈയൊന്ന് അമർത്തി ഒഴിഞ്ഞു. വൈശാലി കട്ടിലിൽ കിടന്ന് അവനെ ഒന്ന് നോക്കി ചിരിച്ചു കൊടുത്തു. ഞൊടിയിടയിൽ വിഷ്ണു അവളുടെ ദേഹത്തേക്ക് അമർന്നു. അവൻ അവളുടെ കവിളിൽ അമർത്തി തന്നെ കടിച്ചു. അവൾക്ക് വേദനിച്ചു, പക്ഷെ ശബ്ദമൊന്നും ഉണ്ടാക്കിയില്ല. അവനെ ഒന്ന് നോക്കി. ആ നോട്ടം, അതിൽ വിഷ്ണു വീണുപോയിരുന്നു. അവൻ കടിച്ചപ്പോൾ അവളുടെ ചുവന്നു വന്ന അവളുടെ കവിളിൽ അവനൊന്ന് നോക്കി. അവിടെ ചുവന്നു വന്നിട്ടുണ്ട്. വിഷ്ണു കൗതുകത്തോടെ നോക്കി. അവളുടെ മുഖം ചുവന്നു വരുന്നത് കാണാൻ തന്നെ അവന് വല്ലാത്തൊരു ഇഷ്ടമാണ്. രണ്ടുപേരുടെ ഉള്ളിലും എന്തൊക്കെയോ തോന്നി തുടങ്ങിയിരുന്നു. വിഷ്ണുവിൻ്റെ ചുണ്ടുകൾ തൊട്ടടുത്ത നിമിഷം അവളുടെ ചുണ്ടുകളെ തേടിയെത്തിയിരുന്നു. വൈശാലി ഒന്ന് കുറുങ്ങിപ്പോയി. അവനിലേക്ക് കൂടിച്ചേർന്നു. തണുപ്പ് നിറഞ്ഞു നിൽക്കുന്ന ആ മുറിയിൽ അവരുടെ കിതപ്പുയർന്നു. നിശ്വാസങ്ങൾ. ഒടുവിൽ രണ്ടുപേരും ഒരുപോലെ ആഗ്രഹിച്ചതുകൊണ്ട് ഏതോ നിമിഷത്തിൽ ഉടയാടകളെല്ലാം അഴിഞ്ഞു വീണിരുന്നു. രണ്ടുപേരുടെയും ശരീരങ്ങൾ ഒന്നായി ചേർന്നു. ഒടുക്കം അവളെ പുണർന്നങ്ങനെ കിടക്കുമ്പോൾ അവനിലും അവളിലും പ്രണയം മാത്രമായിരുന്നു നിറഞ്ഞു നിന്നത്. ഇത്ര നാളും തങ്ങൾക്കിടയിലുണ്ടായിരുന്ന ചെറിയൊരു മറ പോലും നീങ്ങി ഒരു തടസ്സവുമില്ലാതെ ഒഴുകിയ പ്രണയം. ദിവസങ്ങൾ മാറ്റങ്ങൾ ഏതുമില്ലാതെ കടന്നുപോയിക്കൊണ്ടിരുന്നു. വൈശാലിയുടെയും വിഷ്ണുവിൻ്റെയും പ്രണയം പുതിയ തീരങ്ങൾ തേടി അലഞ്ഞു. ഇരുവരും മധുവിധു എന്ന പോലെ തന്നെ ഇപ്പോഴും പ്രണയമഴ നനയുകയാണ്. അങ്ങനെയൊരു ദിവസം. ഇന്ന് വിഷ്ണുവിന് ലീവുള്ള ദിവസമാണ്. അതുകൊണ്ട് വിഷ്ണു ഉറക്കാണ്. വൈശാലി എഴുന്നേറ്റ് പോയിട്ട് കുറച്ചു നേരമായി. വിഷ്ണു എഴുന്നേക്ക്. വൈശാലി അവനെ വന്ന് തട്ടി വിളിച്ചു. പക്ഷേ വിഷ്ണു അറിയുന്നത് കൂടിയില്ല. അവൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നുറക്കാണ്. വിഷ്ണു! അവൾ വീണ്ടും വിളിച്ചു. ഇന്ന് ജോലിക്ക് പോകണ്ട, ഞാൻ ഉറങ്ങട്ടെ. വിഷ്ണു പുതപ്പെടുത്ത് തലവഴി മൂടി. വൈശാലി അത് പിടിച്ചു വലിച്ചു മാറ്റി. ദേ, എൻ്റെ സ്വഭാവം മാറും. എഴുന്നേക്കാൻ നോക്ക്. വൈശാലി അവൻ്റെ താടിയിലൂടെ വിരൽ കടത്തി അമർത്തി വലിച്ചു. അമ്മോ! വിഷ്ണു ഒച്ചയുണ്ടാക്കി. വൈശാലി അവൻ്റെ വായ പൊത്തിപ്പിടിച്ചു. മനുഷ്യൻ്റെ നല്ല ജീവൻ അങ്ങ് പോയി. എന്നെ കൊല്ലുവോ നീ? അപ്പോൾ നീ എന്നെ ഉപദ്രവിക്കുന്നതോ? വിഷ്ണു ചോദിച്ചതും വൈശാലി അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് കെറുവോടെ ചോദിച്ചു. വിഷ്ണു അതിന് അവളെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു. സ്നേഹം കൊണ്ടല്ലേ? വിഷ്ണു വൈശാലിയുടെ കഴുത്തിൽ പതിയെ ഒന്ന് മുഖമമർത്തി. അവൾ കഴുത്ത് വെട്ടിച്ചു. അവളുടെ മുഖം ചുവന്നു വന്നു. വിഷ്ണു അവളുടെ കവിളിൽ പതിയെ ഒന്ന് തൊട്ടു. ചബി ചീക്സ് ഇസ് ബ്ലഷിംഗ്.
വിഷ്ണു അവളുടെ കവിളിലൂടെ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു. വെറുതെ ഇരിക്കൂ വിഷ്ണു. അവൾ അവൻ്റെ വിരൽ പിടിച്ചു വെച്ചു. ഞാനൊന്നും ചെയ്തില്ല, ഒന്നും പറഞ്ഞില്ല. പിന്നെന്തിനാ ഈ മുഖം ഇങ്ങനെ ചുവന്നു വരുന്നത്? അവളുടെ മുഖം ചുവന്നു വരുന്നത് കണ്ടതും അവൻ ചോദിച്ചു. അവൻ്റെ ചോദ്യം കേട്ടതും വൈശാലി മുഖം കുനിച്ചു കളഞ്ഞു. എൻ്റെ വൈശുവിന് നാണവോ? വിഷ്ണു കളിയാക്കി. വൈശാലി അവനെ കൂർപ്പിച്ചൊന്ന് നോക്കി. അല്ല, അതവിടെ നിൽക്കട്ടെ. എന്തിനാ ഈ രാവിലെ തന്നെ എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ചത്? വിഷ്ണു തിരികെ അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. വൈശാലി മുഖം കുനിച്ചു കളഞ്ഞു. അവളുടെ മുഖം ചുവന്നു വന്നു. വിഷ്ണു അങ്ങനെ തന്നെ അവളെ നോക്കി. അവളുടെ താഴ്ന്നിരിക്കുന്ന മുഖത്തേക്ക് വിഷ്ണുവും മുഖം താഴ്ത്തി ഒന്ന് നോക്കി. വൈശു. വിഷ്ണുവിൻ്റെ കൈകൾ അവളുടെ കയ്യിലൊന്ന് അമർന്നു. കവിളിലിരുന്നിരുന്ന അവൻ്റെ കൈകൾ അവളുടെ കവിളിൽ ഒന്ന് തലോടി. ശരിക്കും? വിഷ്ണുവിൻ്റെ കൈ അവളുടെ കയ്യിൽ ഒന്നുകൂടി മുറുകിപ്പോയി. കണ്ണുകൾ വിടർന്നു വന്നു. അവൾക്കൊന്നും പറയാനായില്ല. മിണ്ടിയില്ല. മൗനം. രണ്ടുപേർക്കും ഇടയിൽ മൗനം മാത്രം. വിഷ്ണുവിൻ്റെ കൈകൾ അവളുടെ കൈകളിൽ മുറുകിയും അഴഞ്ഞുമിരിക്കുന്നു. അവൾക്കാണെങ്കിൽ അവനോട് എന്ത് പറയണം, എങ്ങനെ പറയണം എന്നൊന്നും അറിയില്ല. വൈശു, എന്നെ നോക്ക്. പറയ്, എന്നോട് പറയ്. വിഷ്ണുവിന് ആകാംക്ഷ അടക്കാനാവാത്തതുപോലെയായി. അവൻ അവളുടെ മുഖം താടിത്തുമ്പിൽ പിടിച്ചുയർത്തി. അവളുടെ മുഖമാകെ രക്തവർണം, കുങ്കുമം വാരി വിതറിയതുപോലെ. അത്രയും മനോഹരം. വിഷ്ണുവിനാണെങ്കിൽ കരയണോ ചിരിക്കണോ എന്നറിയില്ല. സന്തോഷം ഇങ്ങനെ നിറഞ്ഞു വന്നിട്ട്. എടാ, എന്നോട് പറയ്, ഞാൻ കേൾക്കട്ടെ, ഞാൻ അറിയട്ടെ. വിഷ്ണു ആകാംക്ഷ അടക്കാനാവാതെ വീണ്ടും അവളോട് ചോദിച്ചുകൊണ്ടിരുന്നു. വിഷ്ണു, അത് പിന്നെ. വൈശാലിക്കാകെ നാണമോ വെപ്രാളമോ അങ്ങനെ എന്തെല്ലാമോ തോന്നിപ്പോയി. വിഷ്ണു അവളിലേക്ക് ഒന്നുകൂടി ചേർന്നിരുന്നു. അവൾ പറയുന്നത് കേൾക്കാൻ എന്നതുപോലെ. ഇതുപോലെയുള്ള അവസരങ്ങൾ ജീവിതത്തിൽ വിരലിലെണ്ണാവുന്നത് മാത്രമേ ഉണ്ടാവൂ. അവൾക്ക് പറയാൻ കഴിയുന്നില്ല, വാക്കുകൾ കിട്ടാത്തതുപോലെ. ഇടത് കൈയിലിരുന്നിരുന്ന പ്രഗ്നൻസി കാർഡ് അവൾ വിഷ്ണുവിൻ്റെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു. വിഷ്ണു അവളുടെ മുഖത്തു നിന്നും നോട്ടം മാറ്റി അവൻ്റെ കൈയിലേക്കൊന്ന് നോക്കി. ഒരു നിമിഷം അവനൊന്ന് സ്റ്റക്കായിപ്പോയി. പിന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ അവനത് ആർത്തിയോടെ കയ്യിലെടുത്ത് നോക്കി. അതിൽ തെളിഞ്ഞു നിൽക്കുന്ന 2 പിങ്ക് നിറത്തിലുള്ള വരകൾ. വിഷ്ണു വീണ്ടും വീണ്ടും അത് കാണാനെന്ന പോലെ അതിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. കണ്ണിൽ മിഴിനീര് നിറഞ്ഞ് അവൻ്റെ കാഴ്ചയെ മറച്ചു. വിഷ്ണു അതിൽ നിന്ന് നോട്ടം മാറ്റി വീണ്ടും അവളെ നോക്കി. അവളുടെ കണ്ണുകളിൽ നീർത്തിളക്കം. ഇനി പറയ്. വിഷ്ണു അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്തു. വിഷ്ണു, നമ്മൾ അച്ഛനും അമ്മയും ആവാൻ പോവാ. എൻ്റെ വിഷ്ണു അച്ഛനാകുക. വൈശാലി വിതുമ്പിപ്പോയി. വിഷ്ണു അവളുടെ കഴുത്തിൽ മുഖം അമർത്തി. വൈശാലി അങ്ങനെ തന്നെ ഇരുന്നു പോയി. എന്ത് പറയണം ചെയ്യണം എന്ന് രണ്ടുപേർക്കും അറിയില്ലായിരുന്നു. ഒരു നിമിഷത്തിന് ശേഷം വിഷ്ണു അവളുടെ നെറ്റിയിൽ ഒന്ന് അമർത്തി ചുംബിച്ചു. അങ്ങനെ തന്നെ ചുണ്ടുകൾ അവിടെ അമർത്തി വെച്ചു. പിന്നെ വീണ്ടും വീണ്ടും അങ്ങനെ നെറ്റിയിൽ ചുണ്ട് അമർത്തിക്കൊണ്ടേയിരുന്നു. വൈശാലിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. എങ്കിലും സന്തോഷമായിരുന്നു അവളിൽ. അവൻ നിർത്തുന്നില്ലെന്ന് കണ്ടതും വൈശാലി അവൻ്റെ താടിയിൽ പിടിച്ച് മുഖം തൻ്റെ നേർക്ക് താഴ്ത്തി. അവൻ്റെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു. ആഗ്രഹിച്ചിരുന്നത് പോലെ ഇരുവരുടെയും ചുണ്ടുകൾ പരസ്പരം അടുത്തു വന്നു. അവർ രണ്ടും കൂടിച്ചേർന്നു. ശാന്തമായി ഒഴുകിയൊരു ചുംബനം. അവരുടെ പ്രണയം പോലെ, പ്രണയത്തിൻ്റെ സാക്ഷാത്കാരം പോലെ. അധികം സമയമെടുത്തില്ല. വിഷ്ണു തന്നെ വിട്ടുമാറി. എപ്പോൾ അറിഞ്ഞു? സന്തോഷപ്രകടനങ്ങൾ കഴിഞ്ഞതും വിഷ്ണു അവളുടെ വയറിൽ ഒന്ന് കൈ ചേർത്ത് വെച്ച് ചോദിച്ചു. ഇപ്പോൾ? ഇന്ന് രാവിലെ? ഡൗട്ട് ഉണ്ടായിരുന്നോ? വിഷ്ണു ചോദിച്ചപ്പോൾ വൈശാലി തലയാട്ടി. ഇതുവരെ പീരീഡ്സ് അങ്ങനെ തെറ്റിയിട്ടില്ല. ആദ്യമായിട്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടായപ്പോൾ തന്നെ സംശയം തോന്നി. ഇന്നലെ കിറ്റ് വാങ്ങി ടെസ്റ്റ് ചെയ്തപ്പോൾ. ബാക്കി പറയാതെ അവളൊന്ന് നിർത്തി. വിഷ്ണു അവളുടെ മടിയിലേക്ക് കിടന്ന് അവളുടെ വയറിലേക്ക് ചെവി ചേർത്ത് വെച്ചു. വാവേ, അച്ഛനാണ് കേട്ടോ. അത് പറഞ്ഞ് അവൻ അവളുടെ ടോപ്പൊന്ന് പൊക്കി കുഞ്ഞൊരു ഉമ്മ കൊടുത്തു. വൈശാലി അതെല്ലാം ചിരിയോടെ നോക്കി അങ്ങനെ ഇരുന്നു. അറിയാമായിരുന്നു ഇതറിയുമ്പോൾ വിഷ്ണുവിനായിരിക്കും ഏറ്റവും സന്തോഷമെന്ന്. എങ്കിലും അതിപ്പോൾ ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നിപ്പോകുന്നു. മടിയിൽ കിടക്കുന്നവൻ്റെ മുടിയിലൂടെ വൈശാലി ഒന്ന് വിരലോടിച്ചു. വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടേ? ഞാനിന്ന് ലീവ് എടുക്കാം. എല്ലാവരോടും പറയണം. മുത്തശ്ശിയോട് പറയണം, സുധി, ദിലീപേട്ടൻ, ശ്യാമചേച്ചി എല്ലാവരോടും പറയണം. വിഷ്ണു വേഗം എഴുന്നേറ്റു. വിഷ്ണു, അടങ്ങ് നീ. നമുക്ക് ആദ്യം ഹോസ്പിറ്റലിൽ പോവാം. എന്നിട്ട് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തിട്ട് എല്ലാവരോടും പറയാം. വൈശാലി അവൻ്റെ ആവേശം കണ്ട് പറഞ്ഞു. അതിലവനൊന്ന് അടങ്ങി. മുത്തശ്ശിയോട് ജോലിക്ക് പോകുന്നത് പോലെ പറഞ്ഞിറങ്ങി. അല്ലെങ്കിൽ ചിലപ്പോൾ എങ്ങാനും നെഗറ്റീവാണെങ്കിലും മുത്തശ്ശി വിഷമിക്കും. അതറിയാവുന്നത് കൊണ്ട് വെറുതെ മുത്തശ്ശിയുടെ മനസ്സ് വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയാണ് പറയാതെ പോയത്. ഹോസ്പിറ്റലിൽ പോയി റിസൾട്ട് പോസിറ്റീവാണെന്ന് അറിയുന്നത് വരെ ഭാര്യയെ ഡെലിവറിക്ക് കയറ്റിയതുപോലെയായിരുന്നു വിഷ്ണു. ആവശ്യമുള്ള ചെക്കപ്പൊക്കെ ചെയ്ത് 3 മാസം റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. കംപ്ലീറ്റ് റെസ്റ്റ് അല്ല, ആവശ്യത്തിന് മാത്രം. കുറച്ച് മരുന്നുകളും ഉണ്ടായിരുന്നു. അധികം വൈകാതെ തിരികെ വീട്ടിലേക്കെത്തി. ഒരു ലോഡ് മിഠായി, വൈശാലിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ, സ്വീറ്റ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് വിഷ്ണു തിരികെ വീട്ടിലേക്ക് പോയത്. മുത്തശ്ശിയോട് കാര്യം പറയാനാണ് പിന്നെയുള്ള ടാസ്ക്. ഇത്ര നേരം ആകാംക്ഷയോടെയും സന്തോഷത്തോടെയും ഒക്കെ നിന്ന വിഷ്ണുവിന് മുത്തശ്ശിയുടെ അടുത്ത് കാര്യം പറയാൻ നാണം. ഒടുവിൽ വൈശാലി അവനെ ഉന്തിത്തള്ളിവിട്ട് മുത്തശ്ശിയോട് അവൻ തന്നെ കാര്യം പറഞ്ഞു. മുത്തശ്ശി വിഷ്ണുവിനെ ഒന്ന് കുത്തിയെങ്കിലും വൈശാലിയെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു.
മുത്തശ്ശിയുടെ സന്തോഷം മുത്തശ്ശിയുടെ മുഖത്ത് നിന്ന് തന്നെ വായിച്ചെടുക്കാമായിരുന്നു. അവളെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുത്തു, കൂട്ടത്തിൽ വിഷ്ണുവിനും. അല്ലെങ്കിൽ ഇനി അത് പരാതി പറയും. ആശുപത്രിയിൽ നിന്ന് വന്നത് മുതൽ മുത്തശ്ശിയുടെ കൂടെയാണ് വൈശാലി. ഓരോന്ന് പറഞ്ഞു കൊടുത്തും ഒക്കെ മുത്തശ്ശി അവളെ കൂടെ ഇരുത്തിയിരിക്കുകയാണ്. ഞാനൊന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം മുത്തശ്ശി. മുകളിലേക്ക് കയറണ്ട ഇനി. വിച്ചു, പോയി മോളുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വാ. മോളിനി താഴത്തെ മുറിയിൽ കിടന്നോളും. മുത്തശ്ശി വിഷ്ണുവിനോട് പറഞ്ഞു. ഏയ്, അത് പറ്റില്ല, ഞാനും വരും. വിഷ്ണു ഞെട്ടലോടെ പറഞ്ഞു. വൈശാലിയും മുത്തശ്ശിയും അവനെ നോക്കി ചിരിച്ചു. പോയെല്ലാം എടുത്ത് താഴേക്ക് വെക്ക്. മോക്കിനി മുകളിലേക്ക് കയറാനും ഇറങ്ങാനും ഒന്നും പറ്റത്തില്ല. താഴെയുള്ള മുറി ശരിയാക്കി എടുക്ക്, മുത്തശ്ശി പറഞ്ഞു. വിഷ്ണു തന്നെ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ താഴത്തെ മുറിയിലേക്ക് ശരിയാക്കി. രാത്രി കിടക്കാൻ വരുന്നതിന് മുൻപ് വിഷ്ണു തന്നെ അവൾക്ക് കഴിക്കാനുള്ള മരുന്നും ഒക്കെ എടുത്തു വെച്ചു. വൈശാലി കട്ടിലിലേക്ക് കയറി കിടന്നു. വിഷ്ണു അവളുടെ മടിയിലേക്ക് തലവെച്ച് അങ്ങനെ കിടന്നു. സ്വപ്നമൊന്നുമല്ല അല്ലേ? വിഷ്ണു സ്വപ്നലോകത്തെന്ന പോലെ ചോദിച്ചു പോയി. വൈശാലി അവൻ്റെ കയ്യിലെ രോമത്തിൽ പിടിച്ചൊന്ന് വലിച്ചു. ഔ! വിഷ്ണു വേദനയോടെ ശബ്ദം ഉണ്ടാക്കി. വൈശാലി അത് കണ്ടതും കുലുങ്ങി ചിരിച്ചു. ഇപ്പോൾ ഞാനൊന്നും ചെയ്യുന്നില്ല, പക്ഷെ ചെയ്യും, വിഷ്ണു ഒന്ന് അർത്ഥം വെച്ച് പറഞ്ഞു. വൈശാലി അവൻ്റെ മുടിയിൽ ഒന്ന് വിരലമർത്തി. കിടക്കാം നമുക്ക്. കൂടുതൽ സംസാരിക്കാനൊന്നും ഉണ്ടായില്ല രണ്ടുപേർക്കും. മനസ്സാകെ ശാന്തമാണ്, സമാധാനം. വിഷ്ണു തന്നെ അവളെ കട്ടിലിൽ ചേർത്ത് തന്നിലേക്ക് കിടത്തി. അവൻ്റെ ഒരു കൈ അവളെ പുണർത്തപ്പോൾ മറുകൈ അവളുടെ ഉദരത്തെ പൊതിഞ്ഞു പിടിച്ചിരുന്നു. രണ്ടുപേരിലും സന്തോഷം മാത്രം നിറഞ്ഞു നിന്നു. ഇനിയുള്ള ജീവിതം, തങ്ങളുടെ പൊന്നോമനയും ഒത്തുള്ള സന്തോഷകരമായ ദിവസങ്ങൾ. മുത്തശ്ശി, വിഷ്ണു, വൈശാലി, അവരുടെ കുഞ്ഞ്, അങ്ങനെ അവരുടെ മാത്രം സ്വർഗമായിരുന്നു രണ്ടുപേരുടെയും സ്വപ്നത്തിൽ പോലും നിറഞ്ഞു നിന്നത്. ഇനിയൊരു കാത്തിരിപ്പാണ് രണ്ടുപേരും അവരുടെ കുഞ്ഞു മണിക്കായിട്ട്. അവരങ്ങനെ ജീവിക്കട്ടെ. അവൾക്ക് അവനും അവൻ അവളും മാത്രമുള്ള പ്രണയം മാത്രം നിറഞ്ഞ അവരുടെ സ്വന്തം ലോകത്ത്. അവസാനിച്ചു. അപ്പോൾ നമ്മുടെ സ്റ്റോറിയുടെ ലാസ്റ്റ് പാർട്ടാണ്. ഇന്നത്തോടെ വൈശാലിയും വിഷ്ണുവും വിട പറയുവാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും, ഈവൻ ഇഫ് ഇറ്റ് ഇസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റിൽ പറയണം. സോ ദാറ്റ് ഐ ക്യാൻ ഇമ്പ്രൂവ് മൈസെൽഫ്. അടുത്ത സ്റ്റോറിയിൽ എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റുമല്ലോ. അപ്പോൾ നാളെ നമ്മുടെ പുതിയ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടാനായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ മുതൽ നമ്മൾ പുതിയ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ സൂപ്പർ എക്സൈറ്റഡ് ആണ് ഞാൻ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ തുടർന്നും ഇതുപോലെ തന്നെ സപ്പോർട്ട് അറിയിക്കുക. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിൽ രേഖപ്പെടുത്തുക. കാരണം ഇനി വൈശാലിക്കും വിഷ്ണുവിനും നിങ്ങൾക്ക് കമൻറ്റ് ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് പാർട്ടിലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണേ.